തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് മറ്റന്നാൾ നടക്കാനിരിക്കുന്നത്. 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 9-ാം തീയതി LDF വലിയ പ്രതീക്ഷയിൽ പതിവ് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആധിപത്യം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ LDF ഉണ്ട്. എന്നാൽ മാറിമറിയും കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ UDF നിൽക്കുന്നു. NDA പല സ്ഥലങ്ങളിലും വാർഡുകൾ പിടിക്കാമെന്ന പ്രതീക്ഷ NDAയും പങ്കുവെക്കുന്നുണ്ട്. ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അവസാന മണിക്കൂറുകളിലാണ് 7 ജില്ലകളെ സംബന്ധിച്ച് കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. 27 ദിവസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്നിപ്പോൾ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ 7 ജില്ലകളിലെയും വോട്ടർമാർ ബൂത്തുകളിലെത്തും. ഏതു തരത്തിലായിരിക്കും ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഈ കൊട്ടിക്കലാശ ദിവസം പോലും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. തങ്ങൾക്ക് അനുകൂലമായിരിക്കും ജനങ്ങളുടെ വിധിയെന്ന പ്രതീക്ഷയാണ് ഓരോ സ്ഥലങ്ങളിലും പങ്കുവയ്ക്കപ്പെടുന്നത്. പല വിഷയങ്ങളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പാണ്. അത്രയധികം പ്രാധാന്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉള്ള സാഹചര്യം കൂടിയാണ്. നിരവധി വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടും സംസ്ഥാന തലത്തിലും ഉള്ള വിഷയങ്ങൾ ചർച്ചയാകപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ സാധാരണ പ്രാദേശിക തലത്തിലെ വിഷയങ്ങളാണ് ഓരോ പ്രദേശത്തെയും ചർച്ചയാകുക. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വിഭിന്നമായി പല സ്ഥലങ്ങളിലും, അതായത് ഇപ്പം രാജ്യത്തെ വിഷയങ്ങൾ ചർച്ചയാകുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കേസുകൾ ചർച്ചയാകുന്നു. അങ്ങനെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണികളെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന പല കാര്യങ്ങളും പങ്കുവച്ചുകൊണ്ട് UDFും LDFും നിൽക്കുന്ന സാഹചര്യമുണ്ട്. NDA അവരുടെ ഈ കഴിഞ്ഞ 5 വർഷത്തിലുള്ള നേട്ടങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വോട്ട് തേടിയ കാഴ്ച നമ്മൾ കണ്ടു. UDFിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചു. ഭരണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്നു. തങ്ങൾ ചെയ്തു വെച്ചത് പറഞ്ഞുകൊണ്ട് LDFും വലിയ രീതിയിൽ വോട്ട് അഭ്യർത്ഥിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിനാണ് 7 ജില്ലകളിൽ അവസാനമാകുന്നത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ലിഡിയ, വലിയ ആവേശം, നല്ല കാഴ്ചകൾ വരുന്ന സ്ഥലം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എറണാകുളം ജില്ല. മറ്റ് തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കുറച്ചധികം ചെങ്കൊടി കാണാറുണ്ട്. എങ്കിൽ പോലും ഏതു തരത്തിലൊക്കെയാണ് കണക്കുകൂട്ടലുകൾ മുന്നണികളെ സംബന്ധിച്ച്? എത്രത്തോളം ആവേശത്തിലാണ്? പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനുള്ളത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടെ പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ആവേശമാണ്. നിറയെ ആളുകളുണ്ട് ഈ ജംഗ്ഷനിലേക്കാണ്. എല്ലാ മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്തുന്നത് ഈ ജംഗ്ഷനിലേക്കാണ്. കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. LDFിന്റെയും UDFിന്റെയും പ്രവർത്തകർ, സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ബൈക്ക് റാലികളിലായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുൻപ് വരെ വിവിധ ഇടവഴികൾ കേന്ദ്രീകരിച്ചടക്കം ബൈക്ക് റാലികൾ, ഈ ലോറികളിലൊക്കെ സ്ഥാനാർത്ഥികൾ കയറി ആളുകളെ കണ്ട് അവസാനം വോട്ട് ചോദിക്കലിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് LDFിന്റെയും UDFിന്റെയും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും അധികം കാണാറില്ല. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്ന കാഴ്ച. മറ്റുള്ള എല്ലാവരും തന്നെ ഒരു ആയതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലുള്ള ആളുകൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്ന കാഴ്ച. പാട്ടും ഡാൻസും ഒക്കെയായി കൊട്ടിക്കലാശം ആവേശമാക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു സൈഡിൽ ബാൻഡ് ഉണ്ട്, ഒരു സൈഡിൽ ചെണ്ടമേളം നടക്കുന്നുണ്ട്. ഇത് UDFിന്റെ ബാൻഡ് സെറ്റാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനൊപ്പം ഈ ബാൻഡ് സെറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന കുട്ടികളെയാണ് കഴിഞ്ഞ തവണ 22 എന്നിങ്ങനെയായിരുന്നു UDFിന്റെയും LDFിന്റെയും കക്ഷത്തില 2 സുഖങ്ങളുടെ പിന്തുണയോടെയാണ് UDF
പാർട്ടിയിൽ എല്ലാ മുന്നണികളും നടത്തിയിരുന്നു. രണ്ട് മുന്നണികളും കാടിളക്കിയുള്ള പ്രചാരണ പരിപാടികളാണ് നടത്തിയത്. അതിന്റെ ഏറ്റവും അവസാനമാണ് പരിസമാപ്തിയാണ്